ഇതിൻ്റെ ചുമതലകൾ സ്വീകരിക്കുവാനായിട്ടുള്ള ആളിനെ പിതാവ് നിയമിക്കുന്നു. നമുക്ക് ആ നിയമന കൽപ്പന തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എപ്പിസ്കോപ്പൽ ക്യാരക്ടറിലുള്ള ഒരാളെ നമുക്ക് ലഭിക്കുന്നതിന് അതിൻ്റെതായ സമയം എടുക്കും. എന്നാൽ അതുവരെയും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു ബിഷപ്പിനടുത്ത എല്ലാ അധികാരത്തോടും കൂടി ചെയ്യുവാനുള്ള അനുഗ്രഹങ്ങൾ മാർപ്പാപ്പ നൽകുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ നിയമനമാണ്. നമ്മുടെ പിതാവ് ശാരീരികമായി ഡിസ്ഫങ്ഷണൽ ആയിരുന്നു എങ്കിലും പിതാവായിരുന്നു ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല. പിതാവിന് വേണ്ടി ഈ പ്രിയപ്പെട്ട നമ്മുടെ വിനയാനന്ദജി ആ ശുശ്രൂഷകൾ നിർവഹിക്കുകയായിരുന്നു. Rinunce e nomine 28 agosto 2021 nomina dell'amministratore apostolico dell'eparchia Saint John Chrysostom of Gurgaon dei Siro Malangaresi, India. Il Santo Padre ha nominato amministratore apostolico dell'eparchia Saint John Chrysostom of Gurgaon dei Siro Malangaresi, India, il reverendo Padre Varghese Vinayanand OAC. അതായത് ഈ 28-ാം തീയതി വത്തിക്കാനിലെ നടന്ന പ്രധാനപ്പെട്ട ഈ മെത്രാന്മാര് അവരുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ഒഴിയുന്നതും അതുപോലെ തന്നെ പുതിയ വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതുമായ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇതിലെ നമ്മളുടെ പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി Eparchy of Saint John Chrysostom ഗുർഗാം ഡയസിസിന് നമ്മുടെ ആദരണീയനായ വർഗീസ് വിനയാനന്ദ് OICHനെ ഇന്നേ ദിവസം നിയമിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ അനുഗ്രഹവും കൽപ്പനയുമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും നിന്ന് കേട്ടത്. അച്ഛനത് പരിപൂർണമായിട്ടും സ്വീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രോമിസ് അദ്ദേഹം എടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഈ ഒരു ഭദ്രാസനത്തിൻ്റെ യഥാർത്ഥ ഈ ചുമതലകളെല്ലാം നിർവഹിക്കുവാനായിട്ട് സഭ മാർപ്പാപ്പ അദ്ദേഹത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വലിയ ബഹുമാനവും ആദരവും അതുപോലെ തന്നെ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ അറിയിക്കുന്നു. Varghese Vinayanand OIC, by the grace of God, solemnly and conscientiously swear in the name of the triune God, canons of the Eastern churches and the legitimate laws and customs of the Siro-Malankara Catholic Church, and in obedience to the Holy Father and the Major Archbishop Catholicos of the Siro-Malankara Catholic Church. I will not under any circumstance reveal or engage in any act that directly or indirectly may reveal matters that require observing secrecy. May God and the Holy Gospels I touch and kiss help me to fulfill this promise. May the Blessed Mother intercede for me.